മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി സമ്പൂർണ്ണമായി പൊളിച്ചെഴുതുന്ന ഭേദഗതി ബില്ലിനെ ശക്തമായി എതിർത്ത് പ്രതിപക്ഷം. സാധാരണക്കാർക്ക് സംരക്ഷണം ഒരുക്കിയ പദ്ധതിയെ ഇല്ലാതാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. പഞ്ചായത്തി രാജ് സംവിധാനത്തെ തകർക്കുന്നതാണ് പുതിയ ബിൽ. മഹാത്മാഗാന്ധി രാജ്യത്തിന്റെ സ്വന്തമാണെന്നും പ്രിയങ്ക ഗാന്ധി ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണമെന്ന് KC വേണുഗോപാലും ആരോപിച്ചു. തൃണമൂൽ, TMC, RSP ഉൾപ്പെടെയുള്ള പാർട്ടികൾ ബില്ലിനെ എതിർത്തു. മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുന്നതിനെതിരെ ശശി തരൂരും രംഗത്ത്. हमारा संकल्प है गरीब का कल्याण और इसमें उसी संकल्प को पूरा करने का हमने प्रयत्न किया है. न केवल गरीब का कल्याण बल्कि उसके साथ गांव का संपूर्ण विकास, जो महात्मा गांधी कहते थे, एक स्वयंपूर्ण गांव, एक स्वावलंबी गांव, एक विकसित गांव का निर्माण, इसका प्रावधान इसमें किया गया है. और केवल प्रावधान नहीं, सर, ये विधेयक वापस लिया जाना चाहिए. इसके बदले में सरकार को एक नया विधेयक पेश करना चाहिए. खत्म करूं. महात्मा गांधी जी मेरे परिवार के नहीं थे, लेकिन मेरे परिवार जैसे ही हैं और इस पूरे देश की यही भावना है सर. सर, इस पूरे देश की यही भावना है. ധനസുമോദുണ്ട് വിവരങ്ങൾ നൽകാനായി. ധനസുമോദ്, പാർലമെന്റിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ ബില്ലുമായി പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. ബില്ലിനെ എതിർത്തുകൊണ്ട് ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്യുന്നത്. ഇന്ന് ലോക്സഭയിൽ നടന്ന സംഭവവികാസങ്ങൾ എന്തായിരുന്നു? ജുമൻ, ഉച്ചയ്ക്ക് ശേഷം ലോക്സഭ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ ഇത്തരത്തിലുള്ള ഭേദഗതി ബില്ല് അവതരിപ്പിച്ചപ്പോൾ, തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചപ്പോൾ അതുമായി മുന്നോട്ട് പോകരുത് എന്ന് ചൂണ്ടിക്കാട്ടി വലിയ പ്രതിഷേധം തന്നെയാണ് ഉണ്ടായത്. തുടക്കത്തിൽ തന്നെ പാർലമെന്റ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇടത് എംപിമാർ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ നിന്ന് അവർ മുദ്രാവാക്യം വിളിക്കുകയും ഒരു കാരണവശാലും ഭേദഗതി ബില്ലുമായി മുന്നോട്ട് പോകരുത് എന്നാവശ്യപ്പെട്ടു. ഈ മഹാത്മാഗാന്ധിയെ വീണ്ടും കൊല്ലുകയാണ് ഇവർ ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ പേരാണോ പ്രശ്നം എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇടതുപക്ഷം ഈ വളരെ ശക്തമായ ഒരു സമര പരിപാടികളും ധർണയും പാർലമെന്റിന് മുന്നിൽ സംഘടിപ്പിച്ചത്. പാർലമെന്റ് തുടങ്ങിയതിനു ശേഷം ആഞ്ഞടിക്കുന്ന ഒരു കോൺഗ്രസിനെയാണ്, ഇന്ത്യ മുന്നണിയാണ് പാർലമെന്റിന് ഉള്ളിൽ കണ്ടത്. ഏറ്റവും ശക്തമായി തന്നെ ഇതിനെ വിമർശിച്ചത് പ്രിയങ്ക ഗാന്ധി ആയിരുന്നു. പ്രിയങ്ക ഗാന്ധി ചോദിച്ചത് എന്താണ് ഈ മഹാത്മാഗാന്ധി എന്ന പേരിനോട് തന്നെ ഇത്ര പ്രശ്നമുണ്ടാകുന്നത്? കാര്യം മഹാത്മാഗാന്ധി എന്നൊരു പേര് തൻ്റെ മാത്രമല്ല ഈ രാജ്യത്തിന് മൊത്തം ഒരു സ്വത്താണ്, അതിനെന്തുകൊണ്ടാണ് നിങ്ങൾ എതിർക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. മാത്രമല്ല, ഒരു 20 വർഷമായി ജനങ്ങളുടെ, വലിയ സാധാരണക്കാരുടെ, ഒരു സ്ത്രീകളുടെ ഒരു ആശ്രയമായിട്ടുള്ള ഒരു പദ്ധതിയാണ് കഴുത്ത് ജനിച്ച് കൊല്ലാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് പ്രതിപക്ഷം അപ്പാടെ പറയുന്നത്. സമാജ്വാദി പാർട്ടിയുടെ എംപിമാർ അടക്കം ഇക്കാര്യങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാട്ടിച്ചത്. KC വേണുഗോപാലും സംസാരിച്ചപ്പോൾ വളരെ NK പ്രേമചന്ദ്രനും എല്ലാം ഈ ബില്ല് അവതരണത്തെ വളരെ ശക്തമായിട്ട് തന്നെ എതിർക്കുകയായിരുന്നു. പക്ഷേ ബില്ല് അവതരണവുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ബില്ല് അവതരണ അനുമതി കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ആ ബഹളത്തിനിടയിൽ ശബ്ദവോട്ടോടുകൂടി നേടിയെടുത്തതിന് ശേഷമാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ പ്രധാന പ്രശ്നമായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ നിലവിൽ 90% സർക്കാർ, കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകുന്നത്. ഇത് 40% ഇനി മുതൽ സംസ്ഥാന സർക്കാർ കൂടി നൽകണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മാത്രമല്ല, ഈ തുക എങ്ങനെ വിനിയോഗിക്കണം, ഏതൊക്കെ പദ്ധതികൾക്ക് വിനിയോഗിക്കണം എന്നുള്ളൊരു കാര്യം കൂടി കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. ഫെഡറലിസം തകർക്കുകയാണ്, മഹാത്മാഗാന്ധിയുടെ പേര് പോലും ഇല്ലാതാക്കുകയാണ്, ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള നടപടികളാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഉപസമിതിക്ക്, സ്റ്റാൻഡിംഗ് കൗൺസിലിൽ വിടണം എന്ന് കോൺഗ്രസ് ശക്തമായി ആവശ്യപ്പെടുന്നത്.